ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാ പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ഇന്നത്തെ വാർത്താപ്പകൽ വന്ന ഓരോ വാർത്തയും അതേപോലെ രാത്രിയിൽ വന്ന വാർത്തകളുമൊക്കെ പരിശോധിക്കുന്ന വാർത്താ പരിപാടി നിങ്ങളും ഞാനും തമ്മിലുള്ള ഒന്നിച്ചുള്ള യാത്ര തന്നെ 1 മണിക്കൂർ ദൈർഘ്യത്തിൽ ആരംഭിക്കുന്നു. എല്ലാവർക്കും പ്രൈം ടൈം വിത്ത് SKNലേക്ക് സ്വാഗതം. ഞങ്ങൾക്ക് സംബന്ധിച്ചിടത്തോളം അർജുനെ കണ്ടെത്തുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഞങ്ങൾ ഒറ്റ കെട്ടായിട്ട് ഞങ്ങൾ മുന്നേറി അത് ചെയ്തു. പക്ഷേ ഇതിനിടയ്ക്ക് ചില വ്യക്തികൾ ഈ സംഭവത്തെ വൈകാരികമായിട്ട് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വിഷമ ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അതല്ലാതെ തന്നെ ഒരുപാട് സൈബർ അറ്റാക്ക് ഇപ്പോൾ ഞങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ വൈകാരികത വെച്ചിട്ട് തന്നെയാണ് ജനഹൃദയങ്ങളിലേക്ക് അർജുൻ എത്തിയത്. അങ്ങനെ വൈകാരികത ആയിട്ട് അതിന് തോന്നുന്നുണ്ടെങ്കിൽ അത് വൈകാരികതയായിട്ട് കണക്കൂട്ടിക്കൊള്ളി, ഒരു പ്രശ്നമില്ല. പല രീതിയിൽ നിന്ന് പല കോടിയിൽ നിന്നും ഫണ്ട് സ്വരൂപിക്കുന്നുണ്ട് എന്നത് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. ഈ ഒരു ഫണ്ട് പോലും ഇതുവരെ ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല. ഇനി ഞങ്ങൾ അങ്ങനെ ഫണ്ട് സ്വീകരിക്കുകയില്ല. ഞാൻ എവിടെയെങ്കിലും ഒരു ഫണ്ട് പിരിച്ചതായിട്ട് കാണുകയാണെങ്കിൽ ഞാൻ നടു റോട്ടിൽ വന്ന് നിൽക്കുക, നിങ്ങൾക്ക് എന്നെ കല്ലെറിഞ്ഞു കൊല്ലാം. അദ്ദേഹത്തിന് യൂട്യൂബ് ചാനലുണ്ട്. ആ യൂട്യൂബ് ചാനലിൽ കൂടെ അർജുനോട് ഒരു തുള്ളി സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഈ എല്ലാ കാര്യവും അവിടെ നിന്ന് വീഡിയോ എടുത്തു എന്നിട്ട് അവർ തമ്മിൽ സംസാരിക്കാൻ തരോ. 600 പേര് കാണുന്നുണ്ട്, 700 പേര് ഇപ്പൊ കാണുന്നുണ്ട്. അടിപൊളിയാണ്, സൂപ്പറാണ്. അർജുനെ കിട്ടുന്നതോട് കൂടിയിട്ട് ആ യൂട്യൂബ് ചാനലിൽ ഒരു അർത്ഥമില്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ഏതായാലും ആ യൂട്യൂബ് ചാനൽ ഞാൻ ഉഷാറാക്കും, അടിപൊളിയാക്കും. എന്താ ചെയ്യാനുള്ളത്? ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഇങ്ങനെ ലോറിക്ക് അർജുൻ തന്നെ പേരിടും. അതൊന്നും പ്രശ്നമില്ല എനിക്ക്. ഞാൻ വേറെ ലെവലാ. ഈ ഡ്രഡ്ജർ കൊണ്ടുവരുന്നത് സംബന്ധിച്ച് ഈ ഡ്രഡ്ജർ കൊണ്ടുവരാൻ പറ്റില്ല ജിതിനെ, അതിലൊന്നും ഒരു കാര്യമില്ല, എനക്ക് തോന്നുന്നുണ്ടോ ഡ്രഡ്ജർ കൊണ്ടുവരും എന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തിയിട്ട് അയാളെ രീതിയിലേക്കുള്ള കാര്യങ്ങൾ ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും പിന്നെ ആ രീതിയിലേക്കുള്ള രസകരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണ് ചെയ്യേണ്ടത്. ഇത് കിട്ടുന്നതിന്റെ തലേന്ന് അവിടെ ഞങ്ങൾ കച്ചറുണ്ടായിട്ടുണ്ട്. ഓക്കെ, ഞാൻ തന്നെയാണ് ആക്കിയത്, ഞാൻ തന്നെയാണ് അങ്ങനെ ചെയ്തത്. എന്തായാലും ഇപ്പോൾ പ്രശ്നം എൻ്റെ ഫാമിലി ആയിട്ട് ഞാൻ ഓരോ കണ്ടതിൽ ഇപ്പം എന്താ തെറ്റ് എനിക്ക് മനസ്സിലാവില്ല. ഞാൻ എന്താ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ അർജുന് വേണ്ടി നാടൊന്നാകെ കൈകോർത്തുന്നത് മനുഷ്യസ്നേഹത്തിൻ്റെ ഉദാത്ത മാതൃകയായിരുന്നു. നമുക്ക് മറക്കാറായിട്ടില്ല അതൊന്നും. എന്നാൽ അസുഖകരമായ സംഭവവികാസങ്ങളാണ് ഇന്നുണ്ടായത്. ലോറി ഉടമ മനാഫിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് അർജുൻ്റെ കുടുംബം ഇന്ന് ഉന്നയിച്ചത്. മനാഫ് ഇതെല്ലാം നിഷേധിക്കുകയും ചെയ്തു. ആരോപണങ്ങൾ വേദനിപ്പിച്ചെന്ന് മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപെ പ്രതികരിച്ചു. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. നിങ്ങളെല്ലാം കണ്ണാരെ കണ്ടിട്ടുണ്ട്. അവർ മെനഞ്ഞാന്ന് വന്ന് വെള്ളത്തിലെ മുങ്ങിട്ട് അവിടെ വണ്ടി ഉണ്ടെന്ന് പറഞ്ഞവരെ ഞങ്ങളല്ലാണ്, ഞങ്ങളുടെ ടീം ഇഷ്ടപ്പെട്ട ടീം അല്ലല്ല. നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടല്ലോ അവിടെ ടിവിയില്. എന്റെ ഒരു ജീവ അവസാനം അവിടെ ഇട്ടിട്ട് നമുക്കെന്നെ പൈസ ഉണ്ടാക്കാനുണ്ടെന്ന് ചൊല്ലിയവര് അതാണ്. എന്നാണ് എന്റെ കുട്ടി 2 വിശേഷിച്ചേത്തണത്, അതിന് എന്തിനു പൈസ ഉണ്ടാക്കണപ്പ? അവർ എന്താ പോയി ചൊല്ലുന്നത്? ഞാൻ അവിടെ ഉണ്ടില്ലെങ്കിൽ എങ്ങനെ അവർക്ക് വണ്ടി കിട്ടൂ? ഇപ്പൊ അവിടെ തിരക്കല് പോയതാറ് ഞാൻ ഒട്ടല്ല, പക്ഷേ അവർ പോയത് ഞാൻ പോയതാ. എനക്കെന്നില്ല പൈസ ഇത്ര ഒരു 20 കൊല്ലം പോയാൻ പൈസ ആക്കത്തെ 2 വണ്ടി ആംബുലൻസ് ഉണ്ട്. അതെന്തിന് ഫ്രീ ആയിട്ട് ചെയ്യൂ? ഇവിടെ പൈസ യൂട്യൂബിലെ പൈസ ആക്കി. യൂട്യൂബ് 1 വർഷത്തിലെ യൂട്യൂബിൽ എത്ര പൈസ വേണം? അതേസമയം അർജുന്റെ കുടുംബം ഉന്നയിച്ച ആരോപണങ്ങൾ ഉത്തര കന്നഡ SP M നാരായണ ശരിവെച്ചു. Day of Munaf is misinformation, guys. They got the lorry. They never come directly to the SP. They never inform. And so this Ranjit and Munaf and other fellows came directly and they want to do the operation in that mud side only. They never allow us to do that. That first day, if you done the same time, Arjun body may be lifted on the same day. മനാഫിന്റെ നിർദ്ദേശപ്രകാരം തെരച്ചിൽ നടത്തിയതുകൊണ്ട് വിലപ്പെട്ട 4 ദിവസങ്ങൾ നഷ്ടമായെന്ന് കാർവാർ MLA സതീഷ് കൃഷ്ണ സൈലും കുറ്റപ്പെടുത്തി. സമൂഹ മാധ്യമങ്ങളിൽ തെറ്റായ പ്രചാരണം നടത്തിയതിന് മനാഫിനും ഈശ്വർ മാൽപയ്ക്കുമെതിരെ കർണാടക പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. അരുൺ പൂപ്പറമ്പ ബംഗളൂരിൽ നിന്ന് ചേരുന്നു. അതുപോലെ കോഴിക്കോട് നിന്ന് ഷഹദ് റഹ്മാനും ചേരും. കുടുംബത്തിൻ്റെയും മനാഫിൻ്റെയും പ്രതികരണം ഷഹദ് റഹ്മാൻ കൈകാര്യം ചെയ്യും. അതേപോലെ ഈശ്വർ മാൽപയുടെ പ്രതികരണം എടുത്തത് അരുൺ പൂപ്പറമ്പയാണ്. അരുൺ പൂപ്പറമ്പ നമുക്കൊപ്പം ചേരുന്നു. അരുൺ, യഥാർത്ഥത്തിൽ ഈ ഈശ്വർ മാൽപയ്ക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്. ആ യൂട്യൂബ് ചാനലിൻ്റെ പ്രചാരത്തിന് വേണ്ടി അദ്ദേഹം പലതും ചെയ്തു എന്ന രീതിയിൽ ഇപ്പോൾ കേരളത്തിൽ വാർത്തകൾ പ്രചരിക്കുകയാണ്. എന്താണ് പൂപ്പറമ്പ? SKN ഈ വിഷയം ഇത്തരത്തിൽ വിവാദങ്ങളിലേക്ക് പോകുന്നത് ദൗർഭാഗ്യകരമാണ്.
ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് മനാഫിനെതിരെയും അതോടൊപ്പം തന്നെ ഈശ്വർ മാൽപ്പയ്ക്കെതിരെയും ഉയർന്നിട്ടുള്ളത്. അത് ഈ ജില്ലാ ഭരണകൂടവും ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെ ആ കാര്യങ്ങൾ ശരിവെക്കുകയും ചെയ്യുന്നുണ്ട്. ആദ്യഘട്ടം മുതൽ ഈ ദൗത്യം വഴിതിരിച്ചു വിടുന്നതിന് വേണ്ടി ഈശ്വർ മാൽപ്പയും അതോടൊപ്പം തന്നെ മനാഫും ശ്രമിച്ചു എന്നതാണ് ജില്ലാ പോലീസ് മേധാവി അതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. അത്തരത്തിൽ ആദ്യഘട്ടത്തിൽ അത് സോഷ്യൽ മീഡിയ വഴി പലതരത്തിലുള്ള പ്രചാരണം നടത്തി. അതൊരു പബ്ലിസിറ്റിക്ക് വേണ്ടിയായിരുന്നു ആ പ്രചാരണം നടത്തിയത്. സമൂഹ മാധ്യമങ്ങളിലെ പബ്ലിസിറ്റിക്ക് വേണ്ടി ആ പ്രചാരണം നടത്തി. യൂട്യൂബ് ചാനലിലൂടെയും അതോടൊപ്പം തന്നെ ഫേസ്ബുക്ക് ലൈവിലൂടെയും അത്തരം പ്രചരണങ്ങൾ, അതായത് ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ പറയുന്ന കാര്യങ്ങൾ നിഷേധിച്ചുകൊണ്ട് അവിടെ ഒരു സമാന്തര സംവിധാനമായി ഇവർ പ്രവർത്തിച്ചു എന്ന ആരോപണമാണ് ഉയരുന്നത്. അത്തരത്തിൽ അത് പ്രചരിപ്പിക്കുകയും ചെയ്തു. സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച് ആ പബ്ലിസിറ്റിക്ക് വേണ്ടി അത്തരം ശ്രമങ്ങൾ നടത്തി എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് അവിടുത്തെ ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെ ഉന്നയിക്കുന്നത്. അർജുന്റെ കുടുംബം ഉൾപ്പെടെ ആ കാര്യങ്ങൾ പറയുകയും ചെയ്തിരുന്നു. ദൗത്യത്തിന്റെ, അതായത് ഡ്രഡ്ജർ എത്തിച്ചുള്ള തെരച്ചിൽ ആരംഭിച്ച ഘട്ടത്തിൽ അത് ശരിയായ ദിശയിലായിരുന്നില്ല. ഈശ്വർ മാൽപ്പ ഉൾപ്പെടെ അവിടെ എത്തി അതൊരു സമാന്തരമായി അവിടെ മുങ്ങി പരിശോധന നടത്തി. അത് കൃത്യമായി ആദ്യ ദിവസങ്ങളിൽ ഡ്രഡ്ജർ ഉപയോഗിക്കാൻ കഴിയാത്ത വിധം അത്തരത്തിലൊരു സാഹചര്യം അവിടെ രൂപപ്പെടുന്നതിൽ അത് കാരണമായി എന്നുൾപ്പെടെയുള്ള ആരോപണങ്ങൾ അർജുന്റെ കുടുംബം ഉൾപ്പെടെ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഈശ്വർ മാൽപ്പയ്ക്കെതിരെയും അതോടൊപ്പം തന്നെ മനാഫിനെതിരെയും അങ്കോല പോലീസ് ഇതുമായി ബന്ധപ്പെട്ട കേസ് ഉൾപ്പെടെ രജിസ്റ്റർ ചെയ്ത സാഹചര്യമുണ്ട്. അത് SP ഉൾപ്പെടെ നമ്മോട് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടെയാണ് നമ്മൾ ഈശ്വർ മാൽപ്പയുടെ പ്രതികരണം തേടിയത്. വളരെ വൈകാരികമായിട്ടാണ് ഈശ്വർ മാൽപ്പ അതുമായി ബന്ധപ്പെട്ട് നമ്മോട് പ്രതികരിച്ചത്. താൻ എന്തെങ്കിലും ഒരു പണം ആഗ്രഹിച്ചോ പബ്ലിസിറ്റി ആഗ്രഹിച്ചോ അല്ല അവിടെ എത്തി തെരച്ചിൽ നടത്തിയത്. തൻ്റെ ജീവൻ പോലും പണയം വെച്ച്, ആദ്യഘട്ടത്തിൽ തൻ്റെ ജീവൻ പോലും പണയം വെച്ച് അത്തരത്തിൽ തെരച്ചിൽ നടത്തുകയും എന്തെങ്കിലും ഒരു പണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വരുമാനം അതിൽ നിന്ന് തനിക്കുണ്ടായില്ല എന്നതാണ് പറയുന്നത്. യൂട്യൂബ് ചാനൽ ഇതിനു മുമ്പ്, അതായത് അവിടെ 1 വർഷം മുമ്പ് തന്നെ യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു എന്ന കാര്യം കൂടി ഈശ്വർ മാൽപ്പ പറയുന്നു. ഇത്തരം ആരോപണങ്ങൾ, ഇത്തരം ഉയരുന്ന വാർത്തകൾ തന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നു എന്നുൾപ്പെടെയുള്ള വൈകാരികമായിട്ടുള്ള പ്രതികരണമാണ് ഈശ്വർ മാൽപ്പയുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. എന്തായാലും ഇതിൽ നിയമ നടപടി ഉൾപ്പെടെ ഉണ്ടാവുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവർ ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ തിരച്ചിലിന്റെ ഘട്ടത്തിൽ തെറ്റായ പ്രചരണം നടത്തി എന്ന കുറ്റമാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. അത്തരം നിയമ നടപടികൾ മുന്നോട്ട് പോകുന്നു. നമ്മൾ അതായത് ഈ ദൗത്യത്തിന്റെ അവസാന ഘട്ടത്തിൽ നമുക്ക് ബോധ്യപ്പെട്ടതാണ്, അതായത് അവിടെ അർജുന്റെ കുടുംബവും ഈ മനാഫ് ഉൾപ്പെടെ 2 തട്ടിലാണെന്നുള്ള കാര്യം നമ്മൾക്ക് ബോധ്യപ്പെട്ടതാണ്. പക്ഷേ ദൗത്യ ദിനങ്ങളിൽ നമ്മൾ എന്തെങ്കിലും അത്തരത്തിൽ വാർത്തകൾ നൽകുകയോ ആ കാര്യങ്ങൾ ചർച്ചയാക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷേ അതിൽ പ്രഥമ പരിഗണന അവിടെ തെരച്ചിൽ നടത്തുക, അർജുൻ എന്ത് സംഭവിച്ചു എന്ന് കണ്ടെത്തുക എന്ന് തന്നെയാണ്. എന്നാൽ അതിനുശേഷം ഇത്തരം ആരോപണങ്ങൾ, വിമർശനങ്ങളൊക്കെ ഉയരുന്നു. അതിൽ കൂടുതൽ അത് വിവാദങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളത് ഈ വിഷയത്തിൽ ദൗർഭാഗ്യകരമാണ്. SKN. ഓക്കെ, ഇനി നമുക്കപ്പം മനാഫിൻ്റെ പ്രതികരണം വന്നു. അതുപോലെ കുടുംബവും വളരെ ശക്തമായിട്ടാണ് ഇന്ന് പ്രതികരിച്ചത്. ഷഹദ് റഹ്മാൻ ആണ് ഈ കുടുംബവുമായി സംസാരിക്കാനും കഴിഞ്ഞിട്ടുള്ളത്. ഷഹദ് റഹ്മാൻ, യഥാർത്ഥത്തിൽ ഈ കുടുംബം പറയുന്നത് പോലെ, കാര്യം മനാഫ് അവരോടൊന്നും അടുപ്പം കാണിച്ചില്ല, പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രമായിരുന്നു പലതും. അതുപോലെ അവർ ഈശ്വർ മാൽപ്പയും തള്ളി പറയുന്നുണ്ട് ഒരു പരിധിവരെ. എന്താണ് ഇന്നുണ്ടായത്? SKN, അരുൺ പറഞ്ഞു നിർത്തിയെടുത്തു നിന്നാണ് ഞാൻ തുടങ്ങുന്നത്. കാരണം ഇവർ കുടുംബവും അതുപോലെ തന്നെ ഈ മനാഫും ഈശ്വർ മാൽപ്പയൊക്കെ 2 തട്ടിലായിരുന്നു ഈ തുടക്കം മുതലേ ഇതിൽ ഉണ്ടായിരുന്നത്. അത് തുടക്കം മുതൽ എന്ന് പറയുമ്പോൾ ഈ അർജുന്റെ തിരച്ചിലിനായിട്ട് 2ാം ഘട്ടം ശ്രമം തുടങ്ങിയ ഘട്ടം മുതൽ ഇവർ 2 തട്ടിലായിരുന്നു. പക്ഷേ ആദ്യ ഘട്ടങ്ങളിൽ ഒന്നും തന്നെ ഈ കുടുംബം ഇതൊന്നും പുറത്തു പറയുകയോ ഇവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് അവതരിപ്പിക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് അവിടെ ഉണ്ടായിരുന്ന മാധ്യമങ്ങളും കൃത്യമായിട്ട് അത് പൊതുമധ്യത്തിലേക്ക് വരാതെ എല്ലാവരും ഒറ്റ ലക്ഷ്യത്തോടു കൂടി അർജുനെ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടായിരുന്നു മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഇന്ന് അർജുന്റെ കുടുംബം കൃത്യമായിട്ട് അത് പറഞ്ഞു വെക്കുന്നുമുണ്ട്. കാരണം പലതവണ ഞങ്ങൾ പല കാര്യങ്ങളും പറയണ്ട എന്ന് വിചാരിച്ചതാണ്. ഏറ്റവും ഒടുവിൽ നിവർത്തിയില്ലാതെ വന്നപ്പോഴാണ് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പൊതുസമൂഹത്തോട് ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അർജുന്റെ കുടുംബം ഇത്തരം ആരോപണങ്ങളിലേക്ക് കടന്നത് എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ്. അർജുന്റെ കുടുംബം പ്രധാനമായിട്ടും ആരോപിക്കുന്നത്, അതായത് ഈ അർജുന്റെ പേരിലും അതുപോലെ തന്നെ കുടുംബത്തിന്റെ പേരിലും പണപ്പിരിവ് നടത്തുകയും അതുപോലെ തന്നെ ഈ കുടുംബത്തിന്റെ പേരിൽ അല്ലെങ്കിൽ അർജുന്റെ പേരിൽ ഈ മനാഫിന് വലിയ രീതിയിൽ പണം പല ഭാഗങ്ങളിൽ നിന്നും ലഭിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് ഈ കുടുംബം പ്രധാനമായിട്ടും ആരോപിക്കുന്നത്. അത്തരം തെളിവുകൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ പലരും അർജുന്റെ കുടുംബത്തെ അറിയിച്ചിട്ടുണ്ട് എന്ന കാര്യവും അർജുന്റെ സഹോദരിയുടെ ഭർത്താവ് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നമ്മൾ ഓർക്കണം, ഈ വാർത്താ സമ്മേളനം നടത്തിയത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതായത് ഷഹദ്,
അതായത് പല സ്ഥലങ്ങളിൽ നിന്നും മനാഫിന് പണം കിട്ടിയിട്ടുണ്ട് എന്ന രീതിയിൽ വാർത്തകൾ പ്രചരിക്കുകയാണ്. അത് ഈ മനാഫിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്താ പറയുന്നത്? SKN ഈ ആരോപണങ്ങൾ പാടെ നിഷേധിക്കുകയാണ്. അതായത് ഈ വാർത്താ സമ്മേളനം നടക്കുന്ന അതേ സമയത്ത് തന്നെ സമാന്തരമായിട്ട് നമ്മൾ മനാഫിന്റെ അഭിപ്രായം തേടിയിട്ടുണ്ടായിരുന്നു. കാരണം ഈ കുടുംബം പറയുന്നതും മനാഫിനോട് പറയാനുള്ളതും എന്താണെന്നുള്ളത്. ആ ഘട്ടത്തിൽ മനാഫ് ഈ ആരോപണങ്ങൾ പാടെ നിഷേധിക്കുകയായിരുന്നു. എന്നാൽ അതേ സമയത്ത് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടെന്നും ആ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഈ അർജുന്റെ രക്ഷ അല്ലെങ്കിൽ അർജുനെ തിരച്ചിൽ നടത്തുന്ന ഘട്ടത്തിൽ അത്തരം കാര്യങ്ങൾ പുറം ലോകത്തെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എന്നുള്ളതാണ്. പക്ഷേ അത് മനാഫ് ഇപ്പോൾ സംസാരിച്ച് വരുന്ന ഘട്ടത്തിൽ അല്ലെങ്കിൽ മനാഫിന്റെ പ്രതികരണം കാണുന്ന സമയത്ത് മനാഫിനെതിരെ ഇപ്പോൾ ഈ കുടുംബം ഇങ്ങനൊരു രംഗത്ത് വന്ന പശ്ചാത്തലത്തിൽ മനാഫ് അതൊരു ചലഞ്ച് ആയിട്ടാണ് ഇപ്പോൾ ഏറ്റെടുക്കുന്നത്. കാരണം മനാഫ് ഇപ്പോൾ പറയുന്നത്, മാധ്യമങ്ങളിൽ വന്ന് പറയുന്നത്, താൻ ഇനി ഇത് സജീവമാക്കി നിലനിർത്താനാണ് പോകുന്നത്. മാത്രവുമല്ല തന്റെ ലോറിക്ക് അർജുന്റെ പേരിടാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. തനിക്ക് പക്ഷേ അതേ സമയത്ത് പണം ലഭിച്ചു അല്ലെങ്കിൽ മനാഫിന് പല ഭാഗങ്ങളിൽ നിന്ന് പണം വന്നു എന്ന് പറയുമ്പോൾ മനാഫ് അത് പാടെ നിഷേധിക്കുന്നുണ്ട്. പക്ഷേ തന്റെ യൂട്യൂബിൽ എന്തെല്ലാം കണ്ടന്റ് ഇടണം എന്നുള്ള കാര്യം ആർക്കും തീരുമാനിക്കാൻ പറ്റില്ല. അത് താനാണ് തീരുമാനിക്കുക. എന്തെല്ലാം കണ്ടന്റുകൾ തന്റെ യൂട്യൂബിൽ ഇടണം എന്ന കാര്യം അത് ആർക്കാണ് ചോദ്യം ചെയ്യാനാവുക എന്നുള്ളൊരു കാര്യമാണ് മനാഫ് പറയുന്നത്. പക്ഷേ ഈ കുടുംബം ഉന്നയിക്കുന്ന മറ്റാരോപണങ്ങളൊക്കെ തന്നെ പാടെ മനാഫ് തള്ളുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ കുടുംബം നല്ല ഉറച്ച നിലപാടിലാണ്. കുടുംബം കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം നേരിടുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ ഇടപഴകുന്ന ആളുകളാണ്. നമ്മളെല്ലാവരും അത്തരം കാഴ്ചകൾ കാണുകയും കമന്റുകളൊക്കെ വായിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കുടുംബം വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം നേരിടുന്നുണ്ട്. അതിനൊരു പരിധിവരെ അത് സപ്പോർട്ട് നൽകുന്നത് അല്ലെങ്കിൽ ഒരു പരിധിവരെ ഊന്നൽ നൽകുന്നത് ഈ മനാഫിന്റെയും അതുപോലെ തന്നെ ഈ ആക്ഷൻ കമ്മിറ്റി എന്ന് പറഞ്ഞ് രൂപീകരിച്ചിട്ടുള്ള കോഴിക്കോട് ആസ്ഥാനമായിട്ടുള്ള ചില സാമൂഹ്യ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ തുടങ്ങിയിട്ടുള്ള ഈ ആക്ഷൻ കമ്മിറ്റിയുമാണ് എന്നുള്ളൊരു കാര്യമാണ് ഈ കുടുംബം പറയുന്നത്. അതുകൊണ്ട് ഈ കുടുംബത്തിന്റെ ഒരു റിക്വസ്റ്റ് പൊതുസമൂഹത്തോട്, ഇനി ഒരു കാരണവശാലും അർജുന്റെയോ കുടുംബത്തിന്റെയോ പേരിൽ ആരെങ്കിലും പണപ്പിരിവ് നടത്തുകയോ അല്ലെങ്കിൽ ഈ മനാഫിന് ആരെങ്കിലും പണം കൊടുക്കുകയോ ചെയ്യരുത് എന്നൊരു കാര്യമാണ്. കാരണം കുടുംബത്തെ സംബന്ധിച്ച ഇപ്പോൾ അവർക്ക് സർക്കാരിന്റെ സംരക്ഷണമുണ്ട്. അവർക്ക് ജോലി ചെയ്ത് ജീവിക്കാനുള്ള ഒരു വരുമാന മാർഗം ഇപ്പോൾ സർക്കാർ ഒരുക്കി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നിലവിലെ സാഹചര്യത്തിൽ അങ്ങനെ പൊതുസമൂഹത്തിൽ നിന്നും പിച്ചയെടുത്ത് തങ്ങൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നുള്ളൊരു നിലപാടാണ് കുടുംബം ഇന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്. ഷഹദർ റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ അർജുൻ്റെ സംസ്കാരം കഴിഞ്ഞിട്ട് വളരെ കുറച്ച് സമയമേ ആയിട്ടുള്ളൂ. അപ്പോൾ അതിനിടയിൽ ഒരു വിവാദം എന്തായാലും ഉയർന്നു വന്നത് വളരെ നിർഭാഗ്യകരമായി പോയി. നമുക്കതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ കഴിയും വരുന്ന ദിവസങ്ങളിൽ. കാരണം ഇവരുടെ പേരിൽ മനാഫ് പണം പിരിച്ചിട്ടുണ്ടോ, അതുപോലെ കർണാടക പോലീസ് പറയുന്നത് പോലെ പബ്ലിസിറ്റിക്കായിട്ട് അർജുനെ ഈശ്വർ മാൽപ്പെ ഉപയോഗിച്ചിട്ടുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ അന്വേഷണം ഉണ്ടാകും. മാത്രമല്ല കർണാടക പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ വരുന്നൊരു വാർത്ത, തിരുവനന്തപുരം വർക്കലയിൽ 3 മത്സ്യത്തൊഴിലാളികൾക്ക് വെട്ടേറ്റു എന്ന വാർത്ത വരുന്നു. ഇന്ന് വൈകിട്ട് 6:30 മണിയോടെ താഴെ വെട്ടൂർ ജംഗ്ഷനിലാണ് ഈ സംഭവം നടന്നത്. വെട്ടൂർ സ്വദേശികളായ നൌഷാദ്, അല്ലമീൻ, ഷംനാദ് എന്നിവർക്കാണ് തലയ്ക്ക് വെട്ടേറ്റത്. കടൽത്തീരത്തു നിന്നും താഴെ വെട്ടൂർ ജംഗ്ഷനിലെത്തിയ ഇവരെ പ്രദേശവാസികളെ 5 പേരടങ്ങുന്ന ഒരു സംഘമാണ് വെട്ടി പരിക്കേൽപ്പിച്ചതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ആക്രമിച്ചവരും പരിക്കേറ്റവരും തമ്മിൽ രാവിലെ തർക്കമുണ്ടായി. ആ തർക്കത്തെ തുടർന്നുള്ള വൈരാഗ്യത്തിലാണ് വെട്ടിയത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇനി നമുക്കൊരു ഇടവേള എടുക്കണം. ഇടവേള കഴിയുമ്പോൾ പുതിയ രാഷ്ട്രീയ കക്ഷി രൂപീകരിക്കുമെന്ന് പ്രഖ്യാപിച്ച് PV അൻവർ MLA. അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ എല്ലായിടത്തും സ്ഥാനാർത്ഥികളെ നിർത്തുമാ എന്നാണ് PV അൻവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. നിങ്ങൾക്കറിയുന്ന പോലെ എല്ലാ ദിവസവും രാത്രി 8:30 പ്രൈം ടൈം വിത്ത് SKN സംപ്രേഷണം ചെയ്യുന്നത്. 1 മണിക്കൂർ ദൈർഘ്യത്തിലാണ് ഈ പരിപാടി ഇപ്പോൾ കൊടുക്കുന്നത്. ജിനു പ്രിൻസ് പറയുന്നു ഇതൊരു വളരെ സങ്കീർണമായ പ്രശ്നമാണ്. അതായത് മനാഫും അർജുൻ്റെ കുടുംബവും തമ്മിലുള്ള പ്രശ്നത്തെക്കുറിച്ചാണ് പറയുന്നത്. കുടുംബവും മനാഫും തമ്മിൽ പരസ്പരം സംസാരിച്ച് ഈ പ്രശ്നം എത്രയും വേഗം തീർക്കണം. ഒരുപാട് പ്രേക്ഷകർ ഈ പ്രശ്നം അവസാനിപ്പിക്കണമെന്ന രീതിയിൽ പറയുന്നുണ്ട്. പക്ഷേ എന്തായാലും ഇതിൻ്റെ ഈ കുടുംബം പറയുന്ന അർജുൻ്റെ കുടുംബം പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന കാര്യം നമുക്ക് അന്വേഷിക്കേണ്ടതുണ്ട്. പുതിയ രാഷ്ട്രീയ കക്ഷി രൂപീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചു ഇന്ന് PV അൻവർ MLA. അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ എല്ലാ സ്ഥലത്തും സ്ഥാനാർത്ഥികളെ നിർത്താനാണ് PV അൻവറിൻ്റെ തീരുമാനം. അൻവറിനുള്ള നിലപാട് UDF ചർച്ച ചെയ്യുമെന്ന് PK കുഞ്ഞാലിക്കുട്ടിയും ഇന്ന് പറഞ്ഞു. പിന്തുണയ്ക്കുന്നവർ തന്നെ തള്ളിപ്പറയുമെന്ന് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞതിന് പിന്നാലെയാണ് പാർട്ടി പ്രഖ്യാപനവുമായി PV അൻവർ രംഗത്തെത്തിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശക്തി തെളിയിക്കുമെന്നാണ് അൻവറിന്റെ വെല്ലുവിളി. ഈ ഞായറാഴ്ച 1 ലക്ഷം ആളുകളെ മഞ്ചേരിയിലെ വിശദീകരണ യോഗത്തിലെത്തിച്ച് ശക്തി തെളിയിക്കാനാണ് നീക്കം. രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കും. ഇനി പറയാതിരുന്നിട്ട് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കും. ഈ മൂവ്മെന്റ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായി മാറും. യാതൊരു തർക്കമില്ല. ഈ വിഷയത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു 10 പേരാകട്ടെ. കേരളത്തിലെ ലക്ഷക്കണക്കിന് യുവാക്കളുടെ പിന്തുണ ഈ വിഷയത്തിലുണ്ട്.
തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അൻവറിന്റെ സ്ഥാനാർത്ഥികൾ ഇറങ്ങിയാൽ അത് CPIM-ന് തലവേദനയാകും. സാമ്പാർ മുന്നണി എന്ന പേരിൽ അറിയപ്പെടുന്ന ഭരണസമിതികളിൽ അൻവർ ഉണ്ടാക്കാൻ പോകുന്ന ആഘാതം ചെറുതാകില്ലെന്ന് പ്രതിപക്ഷവും കണക്കുകൂട്ടുന്നു. CPIM-ന്റെ പരീക്ഷണം ഏറ്റവും ബാധിച്ച ലീഗ് തന്നെ അൻവറിന്റെ പുതിയ നീക്കത്തെ സ്വാഗതം ചെയ്തതും അതുകൊണ്ടുതന്നെ. അല്ല, അത് UDF ചർച്ച ചെയ്യും. ഒരു രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കാനുള്ള സ്വാതന്ത്ര്യം ആർക്കുണ്ട്? ഇന്ന് രാവിലെ ഇത് സംബന്ധിച്ച് പത്രക്കാരോട് സംസാരിക്കുന്നതിന് മുമ്പ് പ്രതിപക്ഷ നേതാവിനോട് ഞാൻ സംസാരിച്ചിരുന്നു. UDF തലത്തിൽ ഒരു ഡിസ്കഷൻ ഉണ്ടാവും. വർഗീയ ശക്തികളാണ് അൻവറിന്റെ പിന്നിലെന്ന പ്രചാരണത്തിൽ ഊന്നി പ്രതിരോധിക്കാനാണ് CPIM-ന്റെ ആലോചന. അൻവർ അണികളെ വൈകാരികമായി സ്വാധീനിക്കാതിരിക്കാനുള്ള മുൻകരുതലും പാർട്ടി എടുക്കുന്നു. CPM-ന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള വളരെ വലിയ സമര പശ്ചാത്തലമുള്ള ഒരു നാടാണ് നിലമ്പൂര്. നിലമ്പൂര് അൻവറിന്റെ സ്ഥലമല്ല, നിലമ്പൂര് കുഞ്ഞാലിയുടെ സ്ഥലമാണ്. ആ നിലയത്തിന് ഞങ്ങളതിനെ കണ്ടിട്ടുള്ളത്. അവിടെ ഞങ്ങൾക്കതിൽ ഭയമൊന്നുമില്ല. ഞായറാഴ്ച അൻവർ ശക്തിപ്രകടനം നടത്തുന്നതിന്റെ തൊട്ടടുത്ത ദിവസമാണ് A. വിജയരാഘവൻ പങ്കെടുക്കുന്ന യോഗം. അതോടെ മലപ്പുറത്തെ രാഷ്ട്രീയ പോരിന് വീറും വാശിയും കൂടും. 24 മലപ്പുറം. PV അൻവറിന്റെ പാർട്ടി രൂപീകരണത്തിൽ NCP സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോയുടെ സമീപനം തെറ്റെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. PV അൻവർ പാർട്ടി രൂപീകരിക്കുന്നത് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം എന്ന PC ചാക്കോയുടെ പ്രതികരണം തീരെ ശരിയായില്ല. PV അൻവറിൻ്റേത് സർക്കാരിനും ഇടതുമുന്നണിക്കുമെതിരായ പ്രചാരണമാണെന്ന് AK ശശീന്ദ്രൻ തറപ്പിച്ചു പറയുന്നു. ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിലനിർത്തുന്നത് മുഖ്യമന്ത്രിയാണെന്ന PC ചാക്കോയുടെ പ്രസ്താവനയും AK ശശീന്ദ്രൻ ഇന്ന് തള്ളിക്കളഞ്ഞു. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. അൻവറിന്റെ പുതിയ പാർട്ടി പ്രഖ്യാപനം മാത്രമേ വന്നു കഴിഞ്ഞിട്ടുള്ളൂ. ആ പാർട്ടി എന്താണെന്നും എങ്ങനെയാണെന്നും ആർക്കും മനസ്സിലായിട്ടില്ല. അത്തരമൊരു ഘട്ടത്തിൽ LDF-നെതിരെ ആഞ്ഞടിക്കുന്ന അൻവർ ഉണ്ടാക്കാൻ പോകുന്ന പാർട്ടി ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാണെന്ന് പ്രസ്താവിച്ചത് അനുചിതവും അനവസരത്തിലുമുള്ളതാണ്. അത് പരിശോധിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. LDF-ന്റെ സംരക്ഷകരായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന NCP ജനിക്കാൻ പോകുന്ന ഒരു കുഞ്ഞിനെ കുറിച്ച് ഇത്രയും പ്രശംസിച്ച് സംസാരിക്കേണ്ടിയിരുന്നില്ല. അത് സാധാരണ നിലയിൽ രാഷ്ട്രീയ ചിന്തകന്മാരുടെ ഇടയിൽ നിരവധി വ്യാഖ്യാനങ്ങൾക്ക് വഴിവെക്കുന്നതാണ്. ദീപക് തർപ്പണം കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ദീപക്, എന്തൊക്കെയാണ് AK ശശീന്ദ്രൻ ഇക്കാര്യത്തെക്കുറിച്ച് പറയുന്നത്? ഏത് സാഹചര്യത്തിലാണ് PC ചാക്കോ ഇത് PV അൻവറിൻ്റെ കക്ഷി രൂപീകരിക്കാൻ പോകുന്ന രാഷ്ട്രീയ കക്ഷിയെക്കുറിച്ച് അനുകൂലമായ അഭിപ്രായം പ്രകടിപ്പിച്ചത്? ഈ ഒരു പിണറായി വിരുദ്ധ ബൈറ്റായിരുന്നു, പ്രതികരണമായിരുന്നു യഥാർത്ഥത്തിൽ ഇന്ന് PC ചാക്കോ NCP അധ്യക്ഷൻ നടത്തിയത്. കാരണം ADGP അജിത് കുമാറിനെ മാറ്റണം എന്നതാണ് ഞങ്ങളുടെ നിലപാട്. പക്ഷേ മാറ്റേണ്ടതില്ല എന്ന നിലപാട് മുഖ്യമന്ത്രിയുടേതാണ്. സാധാരണഗതിയിൽ LDF-ൽ ആരും തന്നെ, CPI പോലും മുഖ്യമന്ത്രിയാണ് ADGP-യെ സംരക്ഷിക്കുന്നത് എന്നുള്ള ഒരു പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. പക്ഷേ ആദ്യമായി ഒരു ഇടതുമുന്നണിയിലെ ഒരു പ്രധാന നേതാവ്, ഇടത് ഘടകകക്ഷിയായ NCP-യുടെ പ്രസിഡന്റ് പറയുകയാണ്, മുഖ്യമന്ത്രിയാണ് മാറ്റാത്തത് എന്ന് പറയുന്നു. അത് മാറ്റാത്തതിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട് എന്ന് പറയുന്നു. മറ്റൊരു കാര്യം, ഈ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമാണ് അൻവർ ഉണ്ടാക്കുന്ന പാർട്ടി എന്ന് പറയുന്നു. ഇതിലാണ് NCP-യുടെ മുതിർന്ന നേതാവും മന്ത്രിയുമായ AK ശശീന്ദ്രൻ രംഗത്തെത്തുന്നത്. മാത്രവുമല്ല, അതിൽ അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നു, ഇടത് മുന്നണിക്കെതിരായ പ്രചാരണമാണ് അൻവർ നടത്തുന്നത്. ആ സമയത്ത് ഇടത് മുന്നണിയെ സംരക്ഷിക്കേണ്ട NCP-യുടെ പ്രഖ്യാപിത നിലപാടിൽ നിന്നുള്ള മാറ്റമാണ് ഈ NCP പ്രസിഡന്റ് PC ചാക്കോ നടത്തിയത് എന്നുള്ളത് തന്നെയാണ് AK ശശീന്ദ്രൻ മന്ത്രി പറയുന്നത്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ കുറച്ച് നാളുകളായി AK ശശീന്ദ്രനെ മാറ്റാൻ വേണ്ടിയുള്ള നീക്കവുമായി PC ചാക്കോ രംഗത്തുണ്ട്. NCP-യിൽ തന്നെ NCP ഒരു പിളർപ്പിലേക്ക് പോലും പോകുമോ എന്നുള്ള സൂചനകളുണ്ട്. കാരണം PC ചാക്കോ UDF ക്യാമ്പിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് എന്നുള്ള അടക്കം പറച്ചിലൊക്കെ നടക്കുന്നൊരു വേളയിലാണ് അൻവറിനെ പിന്തുണച്ച് മുഖ്യമന്ത്രിയെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള ഒരു നിലപാട് NCP-യുടെ പ്രസിഡന്റ് PC ചാക്കോ എടുത്തപ്പോൾ അതിനെതിരെ ശക്തമായി പരസ്യമായ പ്രതികരണത്തിന് മന്ത്രി AK ശശീന്ദ്രൻ തയ്യാറായിരിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു ദീപക് തർമ്മണ. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. S4-ൽ നിന്ന് ഒരു സന്ദേശം. ഈശ്വർ മാൽപേ പ്രശസ്തിക്കും നേട്ടത്തിനും വേണ്ടി തന്നെയാണ് അവിടെ നാടകം കളിച്ചതെന്നൊരു പ്രേക്ഷകൻ പറയുന്നു. എന്നാൽ മനാഫിൻ്റെ കാര്യം എന്താണെന്ന് അറിയില്ല. ഈ ഈശ്വർ മാൽപേ തൻ്റെ ജീവൻ പണയം വെച്ച് ഈ ഗംഗാവലിപ്പുഴയുടെ അഗാധങ്ങളിലേക്ക് മുങ്ങിപ്പോകുന്നത്, മുങ്ങിത്തപ്പുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് അസന്നിഗ്ധമായ ഒരു അഭിപ്രായം പറയണമെങ്കിൽ ഇനിയും നമ്മൾ അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ മണിക്കൂറിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലേക്കാണ് ഞാൻ ഈ കിടക്കുന്നത്. ഹെഡ്ലൈൻസ്. You are watching 24 from News Headquarters, Kochi.
ADGP MR അജിത് കുമാറിനെ മാറ്റണമെന്ന CPI ആവശ്യം മുഖ്യമന്ത്രി വീണ്ടും തള്ളി. റിപ്പോർട്ട് കിട്ടിയ ശേഷം മാത്രം നടപടിയെന്ന നിലപാടിൽ ഉറച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ബിനോയ് വിശ്വത്തെ നിലപാട് അറിയിച്ചത് AK സെന്ററിൽ നടന്ന ചർച്ചയിൽ. കൂടിക്കാഴ്ചയിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പങ്കെടുത്തു. ADGP MR അജിത് കുമാറിനെതിരായ ആരോപണങ്ങളിൽ DGP നാളെ അന്വേഷണ റിപ്പോർട്ട് നൽകും. CPI സംസ്ഥാന നേതൃയോഗവും നാളെ നടക്കും. ലോറി ഉടമ മനാഫിനെതിരെ അർജുന്റെ കുടുംബം വൈകാരികത മുതലെടുത്തെന്നും അർജുന്റെ പേരിൽ പണപ്പിരിവ് നടത്തിയെന്നും ആരോപണം. ഈശ്വർ മാൽപ്പയ്ക്കും വിമർശനം. തെറ്റായ പ്രചാരണമെന്ന മനാഫ്. പുതിയ ലോറിക്ക് അർജുന്റെ പേരിടുമെന്നും പ്രഖ്യാപനം. എന്റെ ഒരു ജീവ അവസാനം അവിടെ ഇട്ടിട്ട് നമുക്ക് തന്നെ പൈസ ഉണ്ടാക്കാനുണ്ടെന്ന് ചൊല്ലിയവര് അതാണ് എന്നാണ് എന്റെ കുട്ടി 2 വിശേഷിച്ചേത്തണത് അതിന് എന്നെ എന്തിനെ പൈസ ഉണ്ടാക്കണപ്പ? ആരോപണങ്ങൾ വേദനിപ്പിച്ചെന്ന ഈശ്വർ മാൽപ്പെ 24-നോട്. പ്രൈം ടൈം ബ്രേക്കിംഗ്. മന്ത്രി മാറ്റത്തിന് കളമൊരുങ്ങുന്നതിനിടെ NCPയിൽ കടുത്ത ഭിന്നത. PV അൻവർ പുതിയ പാർട്ടി രൂപീകരിക്കുന്നത് ജനാധിപത്യത്തിന്റെ സൗന്ദര്യമെന്ന PC ചാക്കോയുടെ നിലപാട് AK ശശീന്ദ്രൻ തള്ളിക്കളഞ്ഞു. LDFനെതിരെ ആഞ്ഞടിക്കുന്ന അൻവർ ഉണ്ടാക്കാൻ പോകുന്ന പാർട്ടി ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാണെന്ന് പ്രസ്താവിച്ചത് അനുചിതവും അനവസരത്തിലുമുള്ളതാണ്. അത് പരിശോധിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രിയാണെന്ന PC ചാക്കോയുടെ നിലപാടിനും വിമർശനം. മുഖ്യമന്ത്രിയുടെ അഭിമുഖവുമായി ബന്ധപ്പെട്ട PR വിവാദം കൊഴുക്കുകയാണ്. BJP ബന്ധത്തിനുള്ള തെളിവെന്ന പ്രതിപക്ഷം. വിഭജനത്തിന് ശ്രമിച്ച PR ഏജൻസി കേസിനെതിരെ കേസെടുക്കുമോ എന്ന് VD സതീശൻ. എന്ത് വ്യാഖ്യാനം വന്നാലും മുഖ്യമന്ത്രിക്ക് പ്രതിരോധം തീർക്കുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഇന്ന് പറഞ്ഞു. ദ ഹിന്ദു അഭിമുഖത്തിൽ മുഖ്യമന്ത്രിക്ക് ഒപ്പമുണ്ടായിരുന്നത് മുൻ CPIM MLA TK ദേവകുമാറിന്റെ മകൻ സുബ്രഹ്മണ്യം. നിയമസഭാ സമ്മേളനത്തിൽ സർക്കാരിനെ പൊള്ളിക്കാൻ പോകുന്ന ചോദ്യങ്ങൾ വെട്ടിനിരത്തി. മുഖ്യമന്ത്രിയും മന്ത്രിമാരും നേരിട്ട് മറുപടി പറയേണ്ട സാഹചര്യം ഒഴിവാക്കാൻ നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യങ്ങളുടെ പട്ടികയിലാക്കി. ലിസ്റ്റ് മാറ്റിയത് ADGP RSS കൂടിക്കാഴ്ച, പൂരം കലക്കൽ, കാഫിർ സ്ക്രീൻഷോട്ട് എന്നിവയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. സ്പീക്കർക്ക് കത്ത് നൽകി പ്രതിപക്ഷ നേതാവ്. പിന്തുണയ്ക്കുന്നവർ തള്ളിപ്പറയുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി വെല്ലുവിളിച്ച് PV അൻവറിന്റെ പാർട്ടി പ്രഖ്യാപനം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എല്ലാ സീറ്റിലും മത്സരിക്കുമെന്ന് PV അൻവർ. തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിൽ എന്ത് വേണം? രാഷ്ട്രീയ പാർട്ടി ആവണം. ആ രാഷ്ട്രീയ പാർട്ടികളെ ഒരു വോട്ടർ അംഗീകരിക്കുള്ളൂ, ചെറുതോ വലുതാവട്ടെ. അപ്പോൾ സ്വാഭാവികമായും ഈ മൂവ്മെന്റ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായി മാറും. യാതൊരു തർക്കമില്ല. അൻവറിന്റെ പാർട്ടിക്കൊപ്പമല്ല, ഇടതുപക്ഷത്തിനൊപ്പമാണെന്ന് ഡോക്ടർ KT ജലീൽ MLA. പാർട്ടിയുടെ നയപരിപാടികൾ നോക്കി UDF ചർച്ച ചെയ്യുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. തെക്കൻ കേരളത്തിലെ യാത്രാ ദുരിതത്തിൽ ഇടപെട്ട റെയിൽവേ. കൊല്ലം എറണാകുളം റൂട്ടിൽ പുതിയ ട്രെയിൻ അനുവദിച്ചു. തിങ്കളാഴ്ച മുതൽ സർവീസ് ആരംഭിക്കും. പുനലൂർ എറണാകുളം പുതിയ മെമു സർവീസും ഉടൻ ആരംഭിക്കുമെന്ന് റെയിൽവേ അറിയിച്ചതായി കൊടിക്കുന്നിൽ സുരേഷ് MP. ഇറാൻ ആക്രമണത്തെ അപലപിക്കാത്തതിന് UN സെക്രട്ടറി ജനറൽ വിലക്ക് ഏർപ്പെടുത്തി ഇസ്രായേൽ. UNന്റെ ചരിത്രത്തിലെ കളങ്കമാണ് അന്റോണിയോ ഗുട്ടറസ് എന്ന വിമർശനം. ഇസ്രായേലിന് മേൽ ഇറാൻ വർഷിച്ചത് 180 ബാലിസ്റ്റിക് മിസൈലുകൾ. ആണവ കേന്ദ്രങ്ങളെയും എണ്ണ ശുദ്ധീകരണശാലകളെയും ലക്ഷ്യമിട്ടുള്ള തിരിച്ചടിക്ക് തയ്യാറെടുത്ത ഇസ്രായേൽ ഇന്ത്യക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി വിദേശകാര്യ മന്ത്രാലയം. ഇനി മറ്റു വാർത്തകളിലേക്ക്. കുറ്റകൃത്യങ്ങളുടെ വാർത്താ ലോകത്തേക്ക് നമ്മൾ കടക്കുന്നു. ഹലോ, പോലീസ് സ്റ്റേഷനാണോ? എക്സൈസ് ഓഫീസിന് സമീപത്തെ ബാറിൽ ഡ്രൈ ഡേയിലും മദ്യവിൽപ്പന. ഇന്ന് ഡ്രൈ ഡേ ആയിരുന്നു, നിങ്ങൾക്കറിയാം. എറണാകുളം കച്ചേരിപ്പടിയിലെ ബാറിലാണ് ഗാന്ധി ജയന്തി ദിനത്തിൽ ഇരട്ടി വിലയ്ക്ക് മദ്യം വിറ്റത്. രഹസ്യ വിവരത്തെ തുടർന്ന് 24 നടത്തിയ അന്വേഷണത്തിന്റെ ദൃശ്യങ്ങൾ ഞങ്ങളിപ്പോൾ പുറത്തുവിടുന്നു.
ബൈക്ക് ഉണ്ടാക്കി പൊതിഞ്ഞിട്ടേ പേപ്പറിന് പൊതിഞ്ഞ് ഒരു കിറ്റിനകത്ത് കുമാർ സാറ് 210 ഞാൻ മീറ്റിംഗിൽ അതിന്റെ ക്ലോസിംഗില്ലേ ഉച്ചയ്ക്ക് പുള്ളിക്ക് അയച്ചു വിടാൻ അച്ഛാ എന്നെ വിളിച്ചൂടെ എന്റെ നമ്പറില്ല നിങ്ങളുടെ എന്തോന്നാ എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്നും ചേരുന്ന വിവരങ്ങളുമായി. ശ്യാംകുമാർ, ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ മദ്യവിൽപ്പന പാടില്ലാത്തതാണ്, പക്ഷേ ഈ എക്സൈസ് വകുപ്പിൻ്റെ ഓഫീസിന് അടുത്ത് തന്നെയായിരുന്നു ഈ ഹോട്ടൽ. എക്സൈസിലെ ചെറിയ ഓഫീസറല്ല, ഡെപ്യൂട്ടി കമ്മീഷണറുടെ ഓഫീസിന് തൊട്ടടുത്താണ് എംപയർ ബാർ പ്രവർത്തിക്കുന്നത്. ആ ബാറിലാണ് ഇന്ന് രാഷ്ട്രപിതാവിൻ്റെ ജന്മദിനത്തോടനുബന്ധിച്ച് ഡ്രൈ ഡേ ആണ് ഇന്ന്. ആ ദിവസം തന്നെ മദ്യവിൽപ്പന, അതും ബാറിലല്ല, ബാർ അടച്ചിട്ട ശേഷം തൊട്ടടുത്തുള്ള ഗോഡൗണിലേക്ക് ആളുകളെ വിളിച്ചു കൊണ്ടുപോയി അവിടെ വെച്ച് പൈസ വാങ്ങിയാണ് ഈ മദ്യവിൽപ്പന നടക്കുന്നത്. ഇരട്ടി വിലയ്ക്കാണ് ഇന്ന് ഡ്രൈ ഡേ പ്രമാണിച്ച് മദ്യം വിൽക്കുന്നത്. അത് ആര് വരുന്നു എന്നുള്ളതല്ല, വരുന്നവർക്കൊക്കെ പൈസ വാങ്ങി മദ്യം കൊടുക്കുന്നു എന്നുള്ളതാണ്. സ്റ്റാർ ഹോട്ടലാണത്, അവിടെയാണ് ഈ ഇരട്ടി വിലയ്ക്ക് മദ്യവിൽപ്പന നടക്കുന്നത്. കൊച്ചി നഗരത്തിലെ പല ബാറുകളിലും ഇത്തരം വിൽപ്പന നടക്കുന്നുണ്ട്. പക്ഷേ എക്സൈസിൻ്റെ ജില്ലയിലെ നാഥനായ ഡെപ്യൂട്ടി കമ്മീഷണറെ ഓഫീസിൻ്റെ തൊട്ടടുത്ത് നടക്കുന്ന ഈ മദ്യവിൽപ്പന ശ്രദ്ധേയമാണ്. അത് എക്സൈസിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിൽ ഇരുന്നാൽ തന്നെ ഈ ബാറിലെ ഈ കച്ചവടം പോലും കാണാൻ സാധിക്കും. അവിടെയാണ് എക്സൈസുകാർക്ക് പോലും കാണാത്ത രീതിയിൽ അവർ ഈ കച്ചവടം പരസ്യമായി തന്നെ നടത്തുന്നത്. ഏതായാലും ഗാന്ധി ജയന്തി ദിനത്തിലെ ഈ മദ്യവിൽപ്പനയിൽ നടപടി ഉണ്ടാകുമോ എന്ന് അറിയേണ്ടതുണ്ട്. എസ് കെ ഓക്കെ, ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്. അമൽ ഒരു കാര്യം പറയുന്നത്, അമൽ പറയുന്നത് പ്രൈം ടൈം എസ് കെ എൻ പോലെ മറ്റ് ന്യൂസ് ചാനലുകളും പ്രൈം ടൈം ന്യൂസ് കൊണ്ടുവരുന്നു. എസ് കെ എൻ്റെ അഭിപ്രായം എന്താണ്? നമ്മൾ കൊണ്ടുവന്ന പല കാര്യങ്ങളുമല്ലേ മറ്റുള്ള പല ചാനലുകളിലും ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഇത് നടക്കട്ടെന്നേ. സർക്കാർ പ്രതിരോധത്തിൽ. അഭിമുഖ വിവാദം PR ഏജൻസിയുടെ തലയിൽ കെട്ടിവെക്കാനുള്ള സർക്കാർ നീക്കം പാളി. ദ ഹിന്ദുവിന് മുഖ്യമന്ത്രി അഭിമുഖം നൽകുമ്പോൾ ഒപ്പമുണ്ടായിരുന്നത് CPIMൻ്റെ മുൻ MLA TK ദേവകുമാറിൻ്റെ മകൻ TD സുബ്രഹ്മണ്യമാണെന്ന് വ്യക്തമായി. കൂടിക്കാഴ്ചയിൽ സുബ്രഹ്മണ്യം ഉണ്ടായിരുന്നെന്ന PR ഏജൻസി ജീവനക്കാരി 24 പറഞ്ഞു. വിവാദത്തെക്കുറിച്ച് മകനോടോ മുഖ്യമന്ത്രിയോടോ ചോദിക്കണമെന്നായിരുന്നു TK ദേവകുമാറിൻ്റെ പ്രതികരണം. 24 എക്സ്ക്ലൂസീവ്. പാൻ ഇന്ത്യൻ PR ഏജൻസി വഴി സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി എന്തിന് അഭിമുഖം നൽകിയെന്ന ചോദ്യം രാഷ്ട്രീയ വിവാദമായി കത്തിപ്പടരുകയാണ്. മലപ്പുറം വിവാദമൊതുക്കാൻ ഹിന്ദു ദിനപത്രത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അയച്ച കത്ത് തിരിഞ്ഞുകൊത്തി. കെയ്സൻ ഗ്ലോബൽ എന്ന PR ഏജൻസിയാണ് അഭിമുഖം തരപ്പെടുത്തിയതെന്നും ഏജൻസിയുടെ 2 പ്രതിനിധികൾ അഭിമുഖ സമയം ഒപ്പമുണ്ടായിരുന്നുവെന്നും മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലെ വിവരമെന്ന നിലയ്ക്ക് ഇവരാണ് വിവാദ പരാമർശം ഉൾപ്പെടുത്താൻ നിർദ്ദേശിച്ചതെന്നും ഹിന്ദു പത്രാധിപർ വിശദീകരിച്ചു. ഏജൻസിയെ പ്രതിനിധീകരിച്ചെത്തിയ ഒരാൾ CEO വിനീത് ഹാണ്ടയാണ്. രണ്ടാമൻ കമ്പനി തന്നെ വിശദീകരിക്കുന്നു അവരുടെ പൊളിറ്റിക്കൽ വിഭാഗം കൈകാര്യം ചെയ്യുന്ന സുബ്രഹ്മണ്യമാണെന്ന്. ആരാണ് ഈ സുബ്രഹ്മണ്യം? വിവാദ അഭിമുഖം നടന്ന ദിവസം മുഖ്യമന്ത്രിക്കൊപ്പം മുറിക്കുള്ളിലുണ്ടായിരുന്ന സുബ്രഹ്മണ്യം CPIMൻ്റെ മുൻ ഹരിപ്പാട് MLA TK ദേവകുമാറിൻ്റെ മകൻ TD സുബ്രഹ്മണ്യം അഥവാ സുബ്ബുദേവാണ്. 2023 വരെ സുബ്രഹ്മണ്യം മറ്റൊരു PR ഏജൻസിയിലെ പ്രിൻസിപ്പൽ അസോസിയേറ്റ് ആയിരുന്നു. നിലവിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിൽ സീനിയർ മാനേജറാണ്. അഭിമുഖ സമയത്തെ സാന്നിധ്യം നിഷേധിക്കാതിരുന്ന സുബ്രഹ്മണ്യം കെയ്സൻ ഗ്ലോബലുമായി തനിക്ക് ബന്ധമില്ലെന്ന് വിശദീകരിച്ചു. തന്നെ വിവാദങ്ങളിൽ വലിച്ചിഴക്കരുതെന്ന് മുൻ MLA TK ദേവകുമാറും പ്രതികരിച്ചു. വിവാദ അഭിമുഖത്തിലെ PR ഏജൻസി ഇടപെടലിൽ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. ഷെഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം.
വിവാദ വിഷയങ്ങളിൽ സർക്കാരിന് നിയമസഭയിലും ഒളിച്ചോട്ടമെന്ന പ്രതിപക്ഷം. മന്ത്രിമാർ നേരിട്ട് മറുപടി പറയേണ്ട ചോദ്യങ്ങളുടെ ലിസ്റ്റ് മാറ്റിയെന്ന ഗുരുതര ആരോപണമാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് ഉയർത്തിയത്. നേരിട്ട് മറുപടി പറയേണ്ടാത്ത പട്ടികയിലേക്കാണ് ചോദ്യങ്ങൾ മാറ്റിയത്. ലിസ്റ്റ് മാറ്റിയ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് സ്പീക്കറോട് ഇന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. 4-ാം തീയതി ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിലേക്കുള്ള ചോദ്യങ്ങളെ ചൊല്ലിയാണ് പുതിയ വിവാദം. നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രിയോ ബന്ധപ്പെട്ട മന്ത്രിമാരോ മറുപടി പറയണം. ഇതൊഴിവാക്കാനായി വിവാദ വിഷയങ്ങളിലെ ചോദ്യങ്ങളിൽ നക്ഷത്ര ചിഹ്നം ഒഴിവാക്കിയെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ പരാതി. ADGP RSS കൂടിക്കാഴ്ച, തൃശൂർ പൂരം കലക്കലിലെ വിവിധ ചോദ്യങ്ങൾ, പോലീസിലെ ക്രിമിനൽ വൽക്കരണം, കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം തുടങ്ങിയ ചോദ്യങ്ങളിലാണ് നക്ഷത്ര ചിഹ്നം ഒഴിവാക്കിയത്. നേരിട്ട് മറുപടി പറയേണ്ടാത്ത പട്ടികയിലേക്കാണ് ചോദ്യങ്ങൾ മാറ്റിയത്. 49 നോട്ടീസുകളുടെ ലിസ്റ്റ് മാറ്റിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. സംസ്ഥാന ശ്രദ്ധ ആകർഷിച്ച വിവിധ വിഷയങ്ങളായിട്ടും സഭയിൽ ഉന്നയിക്കാനുള്ള പൊതുപ്രാധാന്യമില്ല, തദ്ദേശ പ്രാധാന്യം മാത്രമുള്ള ചോദ്യം സഭാതലത്തിൽ വിശദീകരിക്കേണ്ട നയപരമായ പ്രാധാന്യമില്ല തുടങ്ങിയ ന്യായീകരണമാണ് നിയമസഭാ സെക്രട്ടേറിയറ്റിൻ്റേത്. വിഷയത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യം. ചോദ്യങ്ങൾക്ക് നക്ഷത്ര ചിഹ്നം അനുവദിക്കണമെന്നും സ്പീക്കർക്ക് നൽകിയ കത്തിൽ പറയുന്നു. 24 തിരുവനന്തപുരം. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ലൈംഗിക ആരോപണങ്ങൾ സ്വീകരിച്ച നടപടിയുടെ ആദ്യഘട്ട റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കാനൊരുങ്ങി പ്രത്യേക അന്വേഷണ സംഘം. കേസ് ഹൈക്കോടതി നാളെ പരിഗണിക്കും. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് ചേരുന്ന വിശദാംശങ്ങളുമായി. പറയൂ ശ്രീകാന്ത്. SKN നാളെ ഒരു തീപ്പൊരി കേസ് ഹൈക്കോടതിയിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ പ്രത്യേക ബെഞ്ച് രൂപീകരിച്ച് രണ്ടാമത്തെ സിറ്റിംഗ് ആണ് നടക്കാൻ പോകുന്നത്. നാളത്തെ ദിവസം സുപ്രധാനമായ ദിവസമാണ്. കാരണം പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം നാളെ അറിയാൻ സാധിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. ഒന്നാമത്തേത്, ഈ അന്വേഷണ സംഘത്തിൻ്റെ ഒരു റിപ്പോർട്ട് നാളെ കോടതിയിൽ സമർപ്പിക്കും. ഇതുവരെ സ്വീകരിച്ചിട്ടുള്ള നടപടികൾ സംബന്ധിച്ച റിപ്പോർട്ടാണ് അവിടെ സമർപ്പിക്കാൻ പോകുന്നത്. ആരെയൊക്കെ കണ്ടു, ആരിൽ നിന്നൊക്കെ മൊഴിയെടുത്തു, ആരിൽ നിന്നൊക്കെ പരാതിയായി സ്വീകരിച്ചു, ഇനി തുടർ നടപടികൾ എന്തൊക്കെ ഉണ്ടാകും, അത് നാളെ കോടതിയിൽ വിശദീകരിക്കും. റിപ്പോർട്ട് വയ്ക്കുന്നതിനൊപ്പം രണ്ടാമത്തെ കാര്യം, പുതുതായി ആർക്കെങ്കിലും കേസെടുക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ നാളെ തന്നെ തീരുമാനമുണ്ടാകും. ഒരുപക്ഷെ കോടതി അക്കാര്യത്തിൽ കോടതിയുടേതായ ഭാഗം കൂടി പറയുകയും ചെയ്യും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇക്കാര്യത്തിൽ ഉള്ളത്, നിലവിൽ നടക്കുന്ന കേസുകളുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുള്ള നടപടികൾ സംബന്ധിച്ച് കോടതി എന്തെങ്കിലും നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. നേരത്തെ സുപ്രീം കോടതി നടൻ സിദ്ദിഖിനടക്കം മുൻകൂർ ജാമ്യം അനുവദിക്കുന്നതിൽ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ച സാഹചര്യത്തിൽ ഈ ഡിവിഷൻ ബെഞ്ച് പ്രത്യേകമായ എന്തെങ്കിലും നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുമോ, ഈ പോക്സോ പോലെയുള്ള കേസുകൾ ഉണ്ടെങ്കിൽ അതിൽ നടപടിയെടുക്കാൻ ആവശ്യപ്പെടുമോ, കൂടുതൽ പേർ കുടുങ്ങുമോ തുടങ്ങിയ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടാൻ പോകുന്ന ദിവസം നാളെയാണ്. വിശദമായി തന്നെ ആ കേസ് നാളെ കേൾക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഇത്രയും നാൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒളിഞ്ഞിരുന്ന വിരുദ്ധന്മാരാരൊക്കെ എന്നുള്ളത് ഒരു പക്ഷേ നാളെ കോടതിക്ക് മുൻപാകെ തുറന്നു കാട്ടപ്പെടും. ഓക്കെ, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. റീന സതീശൻ്റെ ഒരു യൂട്യൂബ് സന്ദേശം. മീഡിയയ്ക്ക് മുന്നിൽ കണ്ട മനാഫിനെ മാത്രമേ നമുക്കറിയാവൂ. ചിലപ്പോൾ ആ കുടുംബം പറയുന്നതിൽ സത്യം ഉണ്ടോ എന്നറിയില്ലല്ലോ. ആരാണ് തെറ്റുകാരെന്ന് കാലം തെളിയിക്കട്ടെ എന്നാണ് റീന സതീശൻ പറയുന്നത്. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രൈം ടൈം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ അഭിജിത്ത് മുഴക്കുന്ന് കോഴിക്കോട് നിന്നൊരു വാർത്ത അറിയിക്കുന്നു. കോഴിക്കോട് കടലുണ്ടിയിൽ വ്യാജ ഡോക്ടറുടെ ചികിത്സയിൽ രോഗി മരിച്ച സംഭവത്തിൽ ആശുപത്രി മാനേജരെയും കേസിൽ പ്രതി ചേർത്തു. മെഡിക്കൽ നെഗ്ലിജൻസ് ആക്ട് പ്രകാരമാണ് ഈ കേസ് എടുത്തിരിക്കുന്നത്. കോട്ടക്കടവ് TMH മാനേജരാണ് ഇപ്പോൾ പ്രതിയാക്കപ്പെട്ടിരിക്കുന്നത്. ഇനി പശ്ചിമേഷ്യയിലേക്ക്. പശ്ചിമേഷ്യയിൽ തീമഴ. മിസൈൽ ആക്രമണത്തിലൂടെ ഇറാൻ ലക്ഷ്യമിട്ടത് ഇസ്രയേലിലെ വ്യോമത്താവളങ്ങൾ. എന്നാൽ കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ലെന്ന് ഇസ്രയേൽ പ്രതികരിച്ചു. പശ്ചിമേഷ്യയിലെ ആശങ്കകൾക്കിടെ UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിന് ഇസ്രയേൽ പ്രവേശന വിലക്ക് ഏർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് രാംകുമാർ തത്സമയം ചേരുന്നു. പറയൂ രാംകുമാർ, ഇന്നത്തെ ഡെവലപ്മെന്റ്. പശ്ചിമേഷ്യ അക്ഷരാർത്ഥത്തിൽ സംഘർഷഭരിതമാവുകയല്ലേ? SKN തീർച്ചയായും പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യം അയവ് വന്നു എന്ന് പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ലബനനിൽ ഇസ്രയേലിൻ്റെ പ്രതിരോധ സേനയും ഹിസ്ബുള്ള പ്രവർത്തകരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുകയാണ്. 2 ആഴ്ചക്കിടെ 1000-ഓളം പേർ ലബനനിൽ കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ ഹിസ്ബുള്ള പ്രതികരിച്ചിട്ടുള്ളത്. അതുപോലെ ഇസ്രയേൽ പ്രതിരോധ സേനയുടെ 8 സൈനികർക്കും ജീവൻ നഷ്ടമായതായി ഇപ്പോൾ ഇസ്രയേൽ സ്ഥിരീകരിക്കുന്നു. അവിടെ ടാങ്കുകളും മറ്റും തകർത്തതായി ഹിസ്ബുള്ള അവകാശപ്പെടുന്നുണ്ട്. അങ്ങനെ
ലെബനനിൽ ഒരു വശത്ത് ഈ സംഘർഷങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതേസമയം ഇന്നലെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. ഇറാൻ ലക്ഷ്യമിട്ടത് ഇസ്രയേലിലെ വ്യോമതാവളങ്ങൾ എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇസ്രയേലിന്റെ ചാരസംഘടനയായ മൊസാദിന്റെ ആസ്ഥാനത്ത് അടക്കം ഇന്നലെ മിസൈൽ പതിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ ആസ്ഥാനത്തിനടുത്ത് വലിയൊരു ഗർത്തം രൂപപ്പെട്ടതിന്റെ ചിത്രങ്ങൾ സഹിതം ഇന്ന് പുറത്തു വന്നിരുന്നു. മാത്രമല്ല ഈ മിസൈലുകൾ പലതും ഈ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് തകർക്കാൻ കഴിഞ്ഞെങ്കിലും അവയുടെ അവശിഷ്ടങ്ങൾ വീണ് കാര്യമായ കേടുപാടുകൾ അവിടുത്തെ കെട്ടിടങ്ങൾക്കും മറ്റും സംഭവിച്ചിട്ടുണ്ട്. അതേസമയം മരണങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതിനിടെ ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്ന് അസാധാരണമായ ഒരു നടപടി ഇന്നുണ്ടായി. ഐക്യരാഷ്ട്രസഭയുടെ മേധാവിയായ അന്റോണിയോ ഗുട്ടറസിനെ രാജ്യത്ത് പ്രവേശിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയതായി ഇസ്രയേൽ പ്രഖ്യാപിക്കുകയായിരുന്നു. അതിന് കാരണമായി പറയുന്നത് ഇറാന്റെ ആക്രമണത്തെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് അന്റോണിയോ ഗുട്ടറസ് അപലപിച്ചില്ല എന്ന ഒരു കാരണം ചൂണ്ടിക്കാട്ടിയാണ് ഇസ്രയേൽ ഇത്തരത്തിൽ ഒരു അസാധാരണ നടപടിയിലേക്ക് നീണ്ടത്. നേരത്തെ തന്നെ ഈ ഒരു യുദ്ധത്തിന്റെ കാര്യത്തിൽ ഒരു നിഷ്പക്ഷ നിലപാട് സ്വീകരിച്ച ആളായിരുന്നു അന്റോണിയോ ഗുട്ടറസ്. ഒരു ശൂന്യതയിൽ നിന്ന് ഹമാസിന്റെ ആക്രമണം ഉണ്ടാകില്ല എന്നായിരുന്നു കഴിഞ്ഞ ഒക്ടോബർ 7 മിന്നൽ ആക്രമണം ഉണ്ടായപ്പോൾ അന്റോണിയോ ഗുട്ടറസ് പ്രതികരിച്ചത്. ഇതിനെതിരെ ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്ന് വലിയ വിമർശനവും പ്രതിഷേധവും ഒക്കെ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു തുടർച്ചയായിട്ട് പലപ്പോഴും ഗസയിലെ ഒരു മാനുഷിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവിടുത്തെ ജനങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ഏകപക്ഷീയമായ ഒരു യുദ്ധത്തെ അപലപിച്ചുകൊണ്ട് പലപ്പോഴും ആന്റോണിയോ ഗുട്ടറസ് രംഗത്ത് വരികയും ഈ വെടിനിർത്തലിനെ ആഹ്വാനം ചെയ്തിരുന്നു. അപ്പോഴൊക്കെ ഇസ്രായേൽ ഗുട്ടറസിനെ തള്ളിക്കളയുകയാണ് ചെയ്തത്. അതിന്റെ ഒരു തുടർച്ചയായിട്ടാണ് ഇപ്പോൾ അദ്ദേഹത്തിന് രാജ്യത്ത് പ്രവേശിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയത്. ഓക്കെ, താങ്ക് യു രാംകുമാർ. ബൽറാം നെടുങ്ങാടി ഇപ്പോൾ ഡൽഹിയിൽ നിന്നൊരു വാർത്ത അറിയിക്കുന്നു. ഉത്തർപ്രദേശിലെ പടക്ക നിർമ്മാണശാലയിൽ പൊട്ടിത്തെറി ഉണ്ടായി 3 പേർക്ക് മരണം സംഭവിച്ചു. നിരവധി ആളുകൾക്ക് പരിക്കേറ്റുവെന്നും വാർത്ത. ബെറലിയിലെ സിറൌലിയിലാണ് അപകടം നടന്നത്. രക്ഷാപ്രവർത്തനം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. പൊട്ടിത്തെറിയിൽ നിരവധി കെട്ടിടങ്ങൾക്കും അപകടം പറ്റി കേടുപാടുകൾ സംഭവിച്ചു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. CPIM ബ്രാഞ്ച് സമ്മേളനത്തിൽ കയ്യാങ്കളി. തിരുവനന്തപുരം ശ്രീകാര്യം ബ്രാഞ്ച് സമ്മേളനത്തിൽ അംഗങ്ങൾ ചേരിതിരിഞ്ഞ പോർ വിളിച്ചു. തുടർന്ന് സമ്മേളനം നിർത്തിവെച്ചു. ഹരികൃഷ്ണൻ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. പറയൂ ഹരികൃഷ്ണൻ. ടെലിഫോണിലാണ് ഹരികൃഷ്ണൻ ഉള്ളത്, പറയൂ. ഈ ശ്രീകാര്യം ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലെ ശ്രീകാര്യം ബ്രാഞ്ച് സമ്മേളനമാണ് ഈ കയ്യാങ്കളിയിൽ അവസാനിച്ചത്. അതായത് നേരത്തെ തന്നെ ഇവർ തമ്മിൽ ഈ ബ്രാഞ്ച് ഈ പാർട്ടിക്കകത്ത് തന്നെ വിഭാഗീയതകൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ സമ്മേളന കാലത്തൊക്കെ ഈ വിഭാഗീയത ഉണ്ടായിരുന്നു. ഇതിന്റെ ബാക്കി പത്രം എന്നോണമാണ് ഇന്ന് ഈ തരത്തിൽ ഒരു പോർവിളി അല്ലെങ്കിൽ ഒരു കയ്യാങ്കളിയിലേക്ക് എത്തിയത് എന്നുള്ളതാണ്. ഈ പാർട്ടി സമ്മേളനങ്ങളിൽ വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ പാടില്ലെന്ന പാർട്ടി കത്ത് നേരത്തെ എല്ലാ കമ്മിറ്റികൾക്കും നൽകിയിരുന്നു. ഈ കത്ത് നിലനിൽക്കെ ബ്രാഞ്ച് സമ്മേളനത്തിൽ ഏരിയ സെക്രട്ടറിയും ഏരിയ കമ്മിറ്റി അംഗത്തെയും ബ്രാഞ്ച് അംഗം ഈ സമ്മേളനത്തിൽ വ്യക്തിപരമായി വിമർശിച്ചിരുന്നു. ഇത് പാടില്ലെന്ന ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കൂടിയായിട്ടുള്ള ചെറുവല്ലി രാജൻ ഈ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. തുടർന്ന് ഈ പാർട്ടി കത്തിലെ ഭാഗം വായിക്കുകയും ഇതിൽ പ്രകോപിതരായ പാർട്ടി അംഗം പാർട്ടി കത്ത് പിടിച്ചു വാങ്ങി വലിച്ചു കീറുകയും ചെയ്യുന്നു. ഇതിനെ തുടർന്നാണ് ഇത്തരത്തിൽ കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ മാറിയത്. അതായത് ഈ ഏരിയ സെക്രട്ടറിയെ പിന്തുണയ്ക്കുന്നവരും അല്ലാത്തവരും ഇരുചേരിയായി തമ്മിൽ പോർവിളിയും കയ്യാങ്കളിയുമായി മാറുകയും ചെയ്തു എന്നുള്ളതാണ്. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട പാർട്ടിക്കകത്ത് തന്നെ വിശദമായ ഒരു അന്വേഷണം വേണമെന്നാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ഒരു ആവശ്യം. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ ബ്രാഞ്ച് സമ്മേളനം താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട്. താങ്ക് യു. ഹരികൃഷ്ണനാണ് വിവരങ്ങൾ ടെലിഫോണിൽ തന്നത്. ഇനി പ്രിയപ്പെട്ട പ്രേക്ഷകർക്കാർക്കെങ്കിലും ഇന്നത്തെ പകൽ ഉള്ള വാർത്തകൾ ഫോളോ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർക്കായിട്ട് ഇന്നത്തെ വാർത്താ പകലിൽ സംഭവിച്ച വാർത്തകളിലേക്ക്. വാർത്താ പകൽ. കൊല്ലം പത്തനാപുരത്തെ സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷന്റെ ചിതൽവെട്ടി എസ്റ്റേറ്റിൽ പുലിക്കൂട്ടത്തെ കണ്ടെത്തി. പൊരുന്തക്കുഴി അക്കുഡേറ്റിന് മുകളിലായുള്ള വനത്തോട് ചേർന്ന പാറക്കൂട്ടത്തിലാണ് പുലിക്കൂട്ടത്തെ കണ്ടെത്തിയത്. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധവുമായി ഓട്ടോ തൊഴിലാളികൾ. സിറ്റി പെർമിറ്റ് അനുവദിക്കാത്ത സർക്കാർ നിലപാടിനെതിരെയാണ് പ്രതിഷേധം. സ്വന്തം രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ച തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോർ. ജൻസുരാജ് പാർട്ടി എന്ന പേരിലാണ് പുതിയ പാർട്ടി. ബീഹാറിൽ പ്രളയ രക്ഷാപ്രവർത്തനത്തിനിടെ വ്യോമസേന ഹെലികോപ്റ്ററിന് സാങ്കേതിക തകരാർ. അഡ്വാൻസ്ഡ് ലൈറ്റ് ഹെലികോപ്റ്റർ വെള്ളത്തിൽ ഇടിച്ചിറക്കി. കാസർഗോഡ് മീൻ പിടിക്കുന്നതിനിടെ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. കുമ്പള പെർവാട് കോളനിയിലെ അർഷാദിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. അങ്കമാലി കറുകുറ്റി ശിശുഭവനിലെ RS വൈറസ് ബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്ന കുട്ടിയുടെ ആരോഗ്യനിലയിൽ പുരോഗതി.
കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന കുട്ടിയെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി. കളമശ്ശേരി HMT ജംഗ്ഷനിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ്. പുതിയ ഗതാഗത പരിഷ്കരണം ഇന്നു മുതൽ നിലവിൽ വന്നു. ഇതാണ് ഇന്നത്തെ വാർത്താപ്പകൽ വന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ. കൊച്ചി വല്ലാർപാടം ബസ് അപകടത്തിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. ബ്രേക്ക് നഷ്ടമായതോടെ ട്രക്കിലിടിപ്പിച്ച് ഡ്രൈവർ ബസ് നിർത്തിയതുകൊണ്ട് വലിയ അപകടമാണ് ഒഴിവായത്. അപകടത്തിൽ 20 പേർക്ക് പരിക്കേറ്റു. എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിൽ ട്രക്ക് തലകീഴായി മറിയുന്ന CCTV ദൃശ്യങ്ങളും ഇന്ന് പുറത്തുവന്നു. തിങ്കളാഴ്ച രാത്രിയാണ് വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിന് സമീപം അപകടമുണ്ടായത്. ബ്രേക്ക് നഷ്ടപ്പെട്ട സ്വകാര്യ ബസ് മറ്റ് വാഹനങ്ങളുമായി കൂട്ടിയിടിച്ചു. ആംബുലൻസിലും ബൈക്കുകളിലും ബസ് ഇടിച്ചു. ഡ്രൈവർ ട്രക്കിൽ ബസ് ഇടിച്ച് നിർത്തിയതോടെ വൻ അപകടം ഒഴിവായി. ബ്രേക്ക് നഷ്ടമായി എന്ന് ഡ്രൈവർ അലറി വിളിക്കുന്നത് ദൃശ്യങ്ങളിൽ കേൾക്കാം. ആംബുലൻസിലെ രോഗിയും ബസ്സിലെ യാത്രക്കാരുമടക്കം 20ഓളം പേർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത്. കോഴിക്കോട് എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിൽ മുക്കത്തിനടുത്ത് പിക്കപ്പ് വാൻ മറിഞ്ഞാണ് അപകടമുണ്ടായത്. നോർത്ത് കാരശ്ശേരി മാടാമ്പുറം വളവിൽ ഇന്ന് രാവിലെ 7 മണിയോടെയായിരുന്നു അപകടം. അപകടത്തിൽ ഡ്രൈവർക്ക് നിസ്സാര പരിക്കേറ്റു. 24 കോഴിക്കോട്. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രൈം ടൈം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക്. ഇനി നമുക്ക് കാണാം വാൽ കഷണം. വാൽ കഷണം. PV അൻവർ MLA പുതിയ പാർട്ടി രൂപീകരിക്കുമെന്ന് ഇന്ന് പ്രഖ്യാപിച്ചു. KT ജലീലും ഞെട്ടിക്കുന്ന എന്തെങ്കിലും തീരുമാനമെന്ന് പറയുമെന്ന് ആളുകൾ കരുതി. പക്ഷേ ഒരാൾക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ആ ആളിന്ന് ഞെട്ടി. അതാരാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ, PV അൻവർ. അൻവറിൻ്റെ പാർട്ടിയിൽ ആരൊക്കെ ഉണ്ടാകും? കാണാം. അഫ്സൽ തയ്യാറാക്കിയ വാൽ കഷണം. LDFന്റെ ഒരു സ്വതന്ത്രൻ പൂർണ്ണമായിട്ടും സ്വതന്ത്രനായപ്പോൾ മൂപ്പർക്ക് തിരക്ക് കൂടുക ചെയ്തത്. എന്നാൽ വേറൊരു സ്വതന്ത്രനുണ്ട്, കുറച്ച് റിലാക്സേഷൻ ആഗ്രഹിക്കുന്ന ഒരു സ്വതന്ത്രൻ. റിലാക്സ് മൂഡിൽ നമുക്ക് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അല്ല, നിങ്ങൾക്ക് റിലാക്സ് ആവാൻ ഒരു ചായ എടുക്കട്ടെ? എനിക്കിനി താല്പര്യങ്ങൾ ഒന്നും ഇല്ല. അല്ല, അതെന്താ നിങ്ങൾ അങ്ങനെ ഒരു വർത്താനം? ഒന്നും വേണ്ടാതെ നിങ്ങൾ എവിടെ പോവാ? ഒരുപാട് യാത്ര ചെയ്യണം. ആ യാത്രയിൽ കണ്ട കാര്യങ്ങൾ എന്താണ് എന്ന് സമൂഹത്തോട് പറയണം. ജലീലൊക്കെ യാത്ര പോവാണ്. ഈ യാത്രക്ക് റൂട്ട് പറഞ്ഞു കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടോ അവിടെ? കാസർഗോഡ് നിന്ന് ഇങ്ങനെ ആരംഭിച്ച് നമ്മളെ വയനാട്ടിലൂടെ കയറി ഇങ്ങനെ നമ്മളെ നിലമ്പൂർ വഴി കരുവാരക്കുണ്ട്, മേലാറ്റൂർ, പാലക്കാട്, മണ്ണാർക്കാട്, പാലക്കാട്, അങ്ങനെ തൃശ്ശൂരും. അപ്പൊ റൂട്ട് വ്യക്തമായി. അല്ലതിപ്പോ നിങ്ങൾ ഒറ്റക്കുള്ളൂ, വേറെ ആരും ഇല്ലേ യാത്രയിൽ? എനിക്ക് ഒരാളോടും പ്രതിബദ്ധതയില്ല. അതെങ്ങനെ ജലീൽക്ക് നിങ്ങൾക്ക് അങ്ങനെ അങ്ങോട്ട് പറയാൻ പറ്റണേ? ഒറ്റ മറിയലല്ലേ ഇതിനെല്ലാം കാരണക്കാരൻ അവനൊരുത്തനാ, ആ മാണിക്യം. ഒറ്റ മറിയലല്ലേ. ആര് പറഞ്ഞു ജലീൽക്ക്? അത് ചോദിച്ചാൽ മതി. ഇതിപ്പോ ഇവര് രണ്ടാളും ഒരു വ്യക്തത തരുന്നില്ല. ഉത്തരവാദിത്തപ്പെട്ട ആരും ഇല്ല അവിടെ. ചില പ്രത്യേക ബോധോദയത്തിന്റെ ഭാഗമായി വഴിയിൽ നിന്ന് വായിൽ തോന്നുന്നതെല്ലാം വിളിച്ചു കൂവിയാല്, കുറെ ആക്ഷേപങ്ങൾ ചൊരിഞ്ഞാൽ അതിന്റെ ഭാഗമായി തീരുമാനങ്ങൾ എടുത്തു പോകുന്ന ഒരു പാർട്ടിയല്ല CPIM. നിങ്ങൾ പാർട്ടി 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 എന്ന് പറയുന്ന ആ കമ്മിറ്റി പറയുന്നതാണോ വസ്തുത എന്ന് സ്വയം ആലോചിക്കണം. ജലീൽക്ക് കേട്ടല്ലോ, യാത്ര നമുക്ക് ആ റൂട്ടിലൊന്നും അങ്ങോട്ട് മാറ്റിപ്പിടിച്ചാലോ? PV അൻവറുമായിട്ടുള്ള സൗഹൃദം നിലനിൽക്കും. പക്ഷേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വീക്ഷണങ്ങളോട്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനോട് ശക്തമായി വിയോജിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഉറച്ചു നിൽക്കുകയും പൊതുപ്രവർത്തനം തുടരുകയും ചെയ്യും. മുഖ്യനെ മാറ്റാൻ എന്റെ കൂടെ നിൽക്കാമെന്ന് വാക്ക് തന്നതാ തൊമ്മൻ ചാക്കോ. താൻ ആരോടെ ഉന്നയിച്ചാൽ മതി, ഞാൻ പിന്തുണച്ചോളാമെന്ന് പറഞ്ഞിട്ട് CPIMന്റെ സഹയാത്രികനായി മുന്നോട്ട് പോകും. എന്നിട്ടിപ്പം മീറ്റിംഗിൽ മുഖ്യന് വേണ്ടി വാദിച്ചിരിക്കുന്നു. റിലാക്സ് മൂഡിൽ നമുക്ക് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അല്ല അൻവർക്ക, ഈ റിലാക്സേഷൻ വേണ്ട ഒരു പോട്ടേന്ന്. ഇതൊന്നും വേണ്ടാത്തവരൊക്കെ പാടെ കൂട്ടിപ്പിടിച്ച് നിങ്ങൾക്ക് ഒരു പാർട്ടി ഉണ്ടാക്കിക്കൂടെ? രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കും. പറയാതിരുന്നിട്ട് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കും. അല്ല, എന്നിട്ട് ഈ മെമ്പർഷിപ്പ് എടുക്കാൻ ആരെങ്കിലും വന്നോ? ഒരാളില്ലെങ്കിൽ ഒറ്റയ്ക്കിരുന്ന് ഞാൻ പറയും. ഈ മനുഷ്യരെ മുഴുവൻ നേരിടാൻ ഒരാളല്ലേ ഇതുവരെ സംസാരിച്ചിട്ടുള്ളൂ. ആരും വരൂല നിങ്ങൾ വിചാരിക്കണ്ട, നിങ്ങളെ തെരഞ്ഞ ഒരാൾ വന്നിക്കണ്. അപ്പൊ സഖാവ് ആയിഷാത്ത ഒതായില് ഈ പറയുന്ന എന്റെ തറവാട്ടിലെത്തിയിരിക്കുകയാണ്. പോകുന്ന വഴി ഇവിടെ കയറിയതാണ്. പോണ വഴിക്ക് കയറിയതാണ്.
എന്തേലും കൊടുക്കണോ ചോദിച്ചോക്കാണ്. അപ്പോ ഇന്ന് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പോരാട്ടത്തിന് ഐഷാത്തന്റെ പരിപൂർണ്ണ പിന്തുണ. തീർച്ചയായിട്ടും നേരെ ചോദിച്ചു ഉറപ്പിച്ചിട്ടോ. 100%. ഇനി തർക്കാവോ നേരെ ചോദിച്ചോളി, പിന്നക്കൊക്കെ വെക്കണ്ട. ഒരു തർക്കമില്ലല്ലോ. ആയിഷാത്തക്ക് എന്നെ വിശ്വാസം ഉണ്ടല്ലോ. 100% വിശ്വാസം. ഈ നാടിന്റെ ഇത്തരം സംവിധാനങ്ങളെ ആകെ തകിടം മറിക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് കാണാൻ കഴിയും. അതിന്റെ പിന്നിലെ ആരാണ് ഇതൊന്നും നമുക്ക് മനസ്സിലായിട്ടില്ല. ദുഃഖാണ് എല്ലാവർക്കും. അപ്പോൾ ഏറെ നാട്ടിൽ നിന്ന് ഇനി ആർക്കൊക്കെയാണ് അൻവർ ഖാന്റെ ഈ അവസ്ഥയിൽ സങ്കടം എന്ന് നമുക്കറിയില്ല. പക്ഷേ ആയിഷാത്താക്ക് കുറച്ച് ദുഃഖമുണ്ട്. ചെറുപ്പക്കാർ കുട്ടികൾ ആരെങ്കിലും ഇനി അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് പോയിക്കൊള്ളൂ. കാരണം മന്തിയിലൊന്നും അൻവർ ഖാക്ക് വലിയ താല്പര്യമില്ല. എനിക്കിനി താല്പര്യങ്ങൾ ഒന്നും ഇല്ല. ഇതോടെ പ്രൈം ടൈമിൻ്റെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി നമ്മൾ കാണുക നാളെ രാവിലെ 7 മണിക്ക് മോർണിംഗ് ഷോയിൽ.